പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തോടനുബന്ധിച്ചുള്ള 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ഉയർത്തെഴുന്നേൽപ്പിനോട് നാം താതാത്മ്യം പ്രാപിക്കുന്ന ദിവസമാണ്. അതെല്ലാ വർഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇത് നമുക്ക് ഓർമ്മയാവും. 7 കാലഘട്ടമുണ്ട് സഭയുടെ പഞ്ചാംഗമനുസരിച്ച്. അതിലൊരു കാലഘട്ടമാണ് ഉയർപ്പിൻ്റെ കാലഘട്ടം. ഇത് എല്ലാ ദിവസത്തിലും ഉണ്ട്. എന്തിനാണ് ഈ എല്ലാ ദിവസവും ഇങ്ങനെ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, 7 യാമത്തിലും ഇതുണ്ട്. നമ്മൾ അതുമായി എപ്പോഴും ബന്ധപ്പെട്ടു പോകുമ്പോൾ തെറ്റിൽ നിന്ന് വിമോചനം നേടുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. ദൈവത്തോടെ അടുക്കുക, ഒരു ഓർമ്മപ്പെടുത്തൽ. എനിക്ക് വേണ്ടി ഇങ്ങനെ ദൈവപുത്രൻ അവതരിച്ച് കഷ്ടതകൾ സഹിച്ച് നമുക്ക് പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നതിൻ്റെ ഓർമ്മയാണ്. ഇവിടെ ഈ വർഷം നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഇടവരുത്തിയ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറയാനുള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല കൂടുതലായിട്ട്. 4 കാര്യങ്ങളാണ് ചിന്തയ്ക്കായിട്ട് വയ്ക്കുന്നത്. ഒന്ന്, മഗ്ദലന മറിയത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്ത്രീകൾക്ക് സന്തോഷിക്കുക. ആദ്യത്തെ സുവിശേഷകനോ സുവിശേഷകയോ മഗ്ദലന മറിയമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. സ്നേഹം കൂടിയ ശിഷ്യനായ യോഹന്നാനും ഞാനാണെല്ലാം നടത്തുന്നത് വിചാരിക്കുന്ന പത്രോസും ഇവർ രണ്ടുപേരും വിവരം അറിഞ്ഞിട്ട് കല്ലറയ്ക്ക് ചെന്നു. ഓട്ടത്തിൽ മിടുക്കൻ യോഹന്നാനായതുകൊണ്ട് ഓടി ചെന്ന് ആദ്യം കല്ലറയ്ക്ക് കയറി നോക്കി. ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറ കണ്ടു. പത്രോസും കയറി കണ്ടു. പക്ഷെ അവർ രണ്ടുപേരും മടങ്ങിപ്പോയി. പക്ഷെ ഈ സ്ത്രീ അവിടെ നിന്നു. മഗ്ദലന മറിയം പറഞ്ഞു, എൻ്റെ കർത്താവിനെ എവിടെ വെച്ചാലും കിട്ടിയേ ഞാൻ പോകും. അന്ന് പ്രതിസന്ധികളുടെ മധ്യയാണ്, പ്രയാസങ്ങളുടെ മധ്യയാണ്, ശത്രുക്കളാണ് ചുറ്റും. അപ്പോഴും മഗ്ദലന മറിയം പറഞ്ഞു, എൻ്റെ കർത്താവിനെ എനിക്ക് കിട്ടണം, അല്ലാതെ ഞാൻ പോവുകയില്ല. അതിൻ്റെ ഫലവും കിട്ടി. ഇതാണ് യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത. ഭക്തനും ഭക്തയ്ക്കും ഒക്കെ മറ്റു ഭാരിച്ച ഒത്തിരി കാര്യങ്ങളെക്കാൾ താൻ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളോടുള്ളതായ സമർപ്പണം, ആരാധനാ മനോഭാവം, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറിയാമിന് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന മഗ്ദലന മറിയത്തിനാണ്, തോട്ടക്കാരനായിട്ട്. ഓ മറിയാമേ ഞാൻ തോട്ടക്കാരനൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. അതൊരു പാട്ടായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ മഗ്ദലന മറിയാം ആ അനുഗ്രഹം വാങ്ങിച്ചു. നീ പോയി പറ. യോഹന്നാൻ 20 അധ്യായത്തിൽ 20-21 വാക്കുകളാണെന്ന് വായിച്ചാൽ കാണാം. അതിൻ്റെ സാരാംശം ഇങ്ങനൊരു വാക്കായിട്ട് പറയുന്നില്ല നമ്മുടെ കർത്താവ്. നീ പോയി പറയാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് ഉത്ബോധിപ്പിക്കുന്നത് മഗ്ദലന മറിയാം. അതൊരു ഭാഗ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഉയർപ്പ് ദിവസത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഭാഗ്യമാണ്. ദൈവത്തോടടുത്തിരുന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് എൻ്റെ ദൈവം ജീവിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തനമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ശത്രുസംഹാരമല്ല കേട്ടോ. പലരും അങ്ങനെ ധരിച്ചു പോയിരുന്നു. ശത്രുസംഹാരമല്ല. ഏതാപത്തുണ്ടെങ്കിലും ഏത് അനർത്ഥമുണ്ടെങ്കിലും എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. അതാണ് സങ്കീർത്തനം 34 പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന കാര്യം.
ഞാൻ ദീർഘിപ്പിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിൽ അതൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ വിഷയം നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ പെസഹ വ്യാഴം കഴിഞ്ഞു, ദുഃഖവെള്ളി കഴിഞ്ഞു, ദുഃഖശനി കഴിഞ്ഞു. പെസഹ വ്യാഴാഴ്ചയിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒറ്റിക്കൊടുത്തവരുണ്ട്, തള്ളിപ്പറഞ്ഞവരുണ്ട്, അപ്പം കൊടുത്തപ്പോഴും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതിരുന്നവരുണ്ട്, ഓടിപ്പോയവരുണ്ട്. അത്താഴത്തിന് ശേഷം കഷ്ടാനുഭവത്തിന് കാര്യങ്ങൾ പറഞ്ഞിട്ടും തലയിൽ കയറാതെ ആരാണ് വലിയവനെന്ന് പറഞ്ഞവരുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ പെസഹ വ്യാഴം, ദുഃഖവെള്ളിയോ ആരും കൂടിയില്ല. ഒരു യോഹന്നാനും 3-4 പെണ്ണുങ്ങളും സ്ത്രീകളും മാത്രം കുരിശിൻ്റെ ചുവട്ടിൽ. ബാക്കിയെല്ലാം കളിയാക്കുന്നവരും ആക്രോശിക്കുന്നവരും പരിഹസിക്കുന്നവരും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് അതൊക്കെ തിന്നവരും രോഗം ശമിച്ചവരും എല്ലാവരും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആക്രോശിക്കാൻ സമയം കണ്ടെത്തി. ഓശാനയ്ക്ക് ഓശാന പാടിയവർ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കാൻ പാടി. ഇത് ജനത്തിൻ്റെ ഒരു സൈക്കോളജിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കും. എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ പാടും. ഈ കർത്താവ് ഒരു വലിയ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ ഈ പന്നികളിലേക്ക് ഇറക്കി വിടുന്നുണ്ടല്ലോ, ആ പന്നികളെല്ലാം കടുംതൂക്കത്തോടെ കടലിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു വേദപണ്ഡിതന് ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പന്നികളെല്ലാം ഓടുക, ആയിരക്കണക്കിന് പന്നികൾ ഓടുമ്പോൾ ഒരു കുഞ്ഞു പന്നി ചോദിച്ചു, നീ എങ്ങോട്ട് അമ്മ നമ്മൾ എങ്ങോട്ടാണ് ഈ ഓടുന്നതെന്ന് ചോദിച്ചവൻ പറഞ്ഞു, എല്ലാവരും ഓടുന്നു, നമ്മൾ ഓടുന്നു, നീ ഒന്നും മിണ്ടാണ്ട് നീ ഒപ്പം പോരെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. എല്ലാവരും വല്ലതുമൊക്കെ പറയും, എല്ലാവരും എന്തൊക്കെയോ പറയുന്നു, അതിനകത്ത് അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാതെ അത് നമ്മൾ പറയുകയും ചെയ്യും. ഇതുതന്നെയാണ് ക്രൂശിക്കാൻ പറഞ്ഞപ്പോഴും ഓശാന പറഞ്ഞപ്പോഴത്തെയും ജനത്തിൻ്റെ മാനസികാവസ്ഥ. നമ്മളെ അങ്ങനെ ആയിക്കൂടാ. വെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും കഴിഞ്ഞ് ഉയർപ്പിൻ്റെ മക്കള് ഒരു കയറ്റം കയറിയാൽ ഒരു ഇറക്കമുണ്ട്, കഷ്ടപ്പാടിനൊരു സന്തോഷ ദിവസമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷകൾ നടന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ അതിന് അവസരം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് ഈ ഉയർപ്പ് ദിവസം എനിക്ക് പറയാനുള്ളത്. അബ്രഹാം പിതാവാണ് ഏറ്റവും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. എന്നും പറയുമായിരുന്നു, കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നിന്റെ സന്തതി അങ്ങ് ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽപ്പരപ്പ് പോലെയൊക്കെ ആവുമെന്ന് പറയും. അവസാനം സൈകട്ട് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ ദാസൻ ജീവിച്ചിരുന്നാൽ മതിയെന്നേ ഉള്ളൂ എന്ന് വരെ പറഞ്ഞു. അവസാനം കിട്ടിയത് 100ാമത്തെ വയസ്സ്. അപ്പോഴും അത് വിശ്വസിച്ചു. അതാണ് അബ്രഹാം പിതാവ്. അബ്രഹാമിൻ പിതാവിൻ്റെ അടുത്ത് അയലോക്കത്തത് എനിക്ക് നിൽക്കാൻ പറ്റൂല. ആ അബ്രഹാം പിതാവിൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ച് മോനെ കൊണ്ട് ബലിയർപ്പിക്കും, അതിനും പോയി. ഞാനും നിങ്ങളുമായിരുന്നു ഈ പറഞ്ഞ അബ്രഹാം വെറും പോട്ടനാന്ന് പറഞ്ഞു. പക്ഷേ അബ്രഹാം പിതാവ് സമർപ്പിച്ചു കൊടുക്കുന്നു. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പ്രത്യാശയും പ്രതീക്ഷയും. എനിക്കിനി ഒന്നും നടക്കാനില്ല, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ് എന്ന ചിന്ത ഓരോ വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ ഉണ്ടായിക്കൂടാ. മൂന്നാമത്തെ വിഷയം, ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുമ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറിലേറെ കർത്താവ് പറഞ്ഞത് 1-2 മിനിറ്റിലേക്കുള്ളാവുന്ന വാക്കുകൾ മാത്രം. മൗനിയായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞ ക്രൂശിലെ ഭോഷത്വമെന്നാണ്. ഈ ബഹളങ്ങൾക്കിടയിൽ പീലാത്തോസ് പോലും ചോദിക്കുന്നുണ്ട്, എനിക്ക് അധികാരമുണ്ട്, നീ പറഞ്ഞില്ല ഒന്നും. അപ്പം അവസാനം എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, മേലിൽ നിന്ന് കിട്ടിയിട്ടല്ലേ നിനക്ക് ഈ അധികാരമൊക്കെ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അധികാരമുള്ളവർ, അതായത് ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ആരായാലും, അവർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ആ അധികാരം, ആ കഴിവ്, നമുക്കുള്ള മഹത്വം ദൈവം തന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് അത് എടുക്കാനും അറിയാം. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവ് പറയുന്നതാണ്, മുകളിൽ നിന്ന് തന്നില്ലായിരുന്നെങ്കിൽ നിനക്കൊന്നുമില്ല.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം കാര്യങ്ങളാണ് ദൈവം നടത്തി തരുന്നത്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണല്ലോ പോയതെന്ന് നമുക്ക് തോന്നും. ആ ദൈവത്തിൽ സമർപ്പിക്കുക. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നവർ ദൈവം എനിക്കിനി ഒരു നല്ല ദിവസം തരുമെന്നും, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നവർ ദൈവം കാണുന്നുവെന്നും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമതായിട്ട് അവിടെ കണ്ട ഒരു സംഗതി, ആരാണ് ഈ കല്ല് ഉരുട്ടി നീക്കി തരുമെന്ന് ആ പാവപ്പെട്ട സ്ത്രീകൾക്കുണ്ടായിരുന്നു. സ്ത്രീകൾ എല്ലാം ഒരുക്കി വെച്ച് ശബത് കഴിഞ്ഞ് ഒന്നാം ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഇതുമായിട്ട് കല്ലറയിലേക്ക് പോവുക. അവരുടെ ഒരു വലിയ സങ്കടമായിരുന്നു, ഈ വലിയ കല്ല് ആര് ഉരുട്ടും. നമുക്കും അങ്ങനെ വരാറുള്ളൂ, ഇതെങ്ങനെയാണ് ദൈവമേ സാധിക്കുക. പക്ഷെ അവിടെ ചെന്നപ്പോൾ കല്ല് മാറ്റപ്പെട്ടിരുന്നു. ആ ദൈവം നമുക്കുണ്ട്. പ്രതിസന്ധികൾ മാറ്റിക്കിട്ടുവാൻ, പ്രയാസങ്ങൾ മാറ്റിക്കിട്ടുവാൻ നമ്മൾ വിചാരിക്കുന്നത് പണത്തിൻ്റെ സമൃദ്ധിയാണെന്നാണ്. പണത്തിൻ്റെ സമൃദ്ധിയല്ല പ്രിയപ്പെട്ടവർ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഉള്ളത് കൊണ്ട് സമാധാനമായി കഴിക്കുക. ഞാൻ എറണാകുളത്തിലെ കൊച്ചച്ഛനായിരുന്നപ്പോൾ അവിടെ ഞാൻ 29 വയസ്സ് തൊട്ട് ഒരു 34 വയസ്സ് വരെ അവിടുത്തെ അവരുടെ അച്ഛനായിരുന്നു. ഒരു വീട്ടിൽ, അപ്പം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഞാൻ ഇരുന്നത് 82 തൊട്ട് 89 വരെയാണ്. അപ്പം വർഷത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് കൂട്ടാവുന്നല്ലേ ഉള്ളൂ. അന്നൊന്നും വിദേശത്ത് അധികം പേരില്ലാത്ത കാലം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആദ്യത്തെ വർഷം അപ്പച്ചനും അമ്മച്ചിയും സുഖേനെ ഇരിക്കുന്നു. അപ്പം വർത്തമാനമൊക്കെ പറഞ്ഞ് വീട് ബസ്സിന് പോയത്. ഞങ്ങൾക്ക് ഡിസംബറിൽ എല്ലാ വീടും കയറി ഇറങ്ങുക എന്നൊരു പതിവുണ്ട്. പോയപ്പോൾ ഞാൻ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചും എന്ത് ഭാഗ്യവന്മാരാ. എന്താ കാരണം അറിയാമോ? മക്കളെല്ലാം വിദേശത്താണ്. വർഷത്തിൽ 6 മാസക്കാലം ഈ അപ്പച്ചനും അമ്മച്ചിയും ഓരോ രാജ്യത്തിൽ പോവുക എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും പണി. ഒരാൾ അമേരിക്കയിലുണ്ടായിരുന്നു, ഒരാൾ ഓസ്ട്രേലിയയിലുണ്ടെങ്കിൽ പല സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വല്ലാത്ത ഭാഗ്യമാണല്ലോ എന്ന് പറഞ്ഞു. അന്നത്തെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് പറഞ്ഞു പോയതാണ്. യാത്രയുടെ എൻ്റെ കൊതിയൊക്കെയുള്ള കാലമാണ്. അപ്പോൾ ഈ അപ്പച്ചൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഈ കൊച്ചച്ഛൻ എന്നാ അറിയാം, എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എൻ്റെ മക്കളും 5-6 മക്കളുണ്ട് കേട്ടോ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്നിച്ച് കൂടിയിരുന്ന് ഒരു ദിവസം ഒരു പ്ലാവിലെ കഞ്ഞിവെള്ളം കുടിച്ച് ചത്തേച്ചാൽ മതിയെന്നാണ് അച്ഛാ എൻ്റെ ആഗ്രഹം. പറഞ്ഞു മനസ്സിലായോ? എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് കിട്ടിയിട്ടേ ഒന്നിച്ച് കൂടാൻ ഗെറ്റ് ടുഗദർ, ഒന്നിച്ച് കൂടിയിട്ട് ഒന്ന് തമാശയും കഥയൊക്കെ പറഞ്ഞ് ഒരു പ്ലാവിൽ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. പണ്ട് സ്പൂൺ കൊണ്ടല്ല നാട്ടിൽ കോരി കുടിച്ചുകൊണ്ടിരുന്നത്, പ്ലാവിലെ മടക്കി ഈർക്കിയിൽ കുത്തി അതുകൊണ്ട് കുരവുണ്ടായി ഒരു പ്ലാവിൽ കഞ്ഞിവെള്ളം കുടിച്ച് ചത്തേച്ചാൽ മതിയായിരുന്നു. അതാണ് ഭാഗ്യം. അപ്പച്ചൻ്റെ ഭാഗ്യം അതാണ്, മറ്റൊന്നുമല്ല. ഇത് നമുക്കുണ്ടാവണം. നമുക്ക് പണത്തേക്കാൾ ഉപരി സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും ഇതുണ്ടാവണം. അതുണ്ടാവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കിയെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചാർത്തം നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നീതിമാൻ